ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര ടി20 പരമ്പരയിൽ 4-1 ടീം ഇന്ത്യ സീരീസ് വിജയം സ്വന്തമാക്കിയത്. 5-ാം മത്സരത്തിന് ശേഷം പരമ്പരയിലുണ്ടായ നിരാശ പങ്കുവച്ചുകൊണ്ടാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി എത്തിയത്. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യ ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന് 97 റൺസ് എടുക്കാനേ ഇന്നലെ സാധിച്ചുള്ളൂ. മുഹമ്മദ് ഷമിയുടെയും വരുൺ ചക്രവർത്തിയുടെയും അഭിഷേക് ശർമ്മയുടെയും രവി ബിഷ്ണോയുടെയും ബോളിംഗ് കരുത്തിലാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഇന്നലെ ഓൾ ഔട്ട് ആക്കിയത്. മത്സരശേഷം പരമ്പരയിൽ തിളങ്ങാനാവാത്തതിന് നിരാശ തന്നെയാണ് ബട്ട്ലർ ആദ്യം പങ്കുവച്ചത്. ആദ്യ മത്സരങ്ങളിലെ തോൽവിക്ക് ശേഷം 3-ാം മത്സരത്തിൽ തങ്ങൾ മികച്ച രീതിയിൽ തിരിച്ചു വന്നുവെന്നും എന്നാൽ 4-ാം മത്സരത്തിൽ ടീം ഇന്ത്യയുടെ തിരിച്ചുവരവ് അസാധ്യമായിരുന്നുവെന്നുമാണ് ബട്ട്ലർ ആദ്യം പറഞ്ഞത്. 5-ാം ടി20യിലേക്ക് എത്തിയാൽ അഭിഷേക് ശർമ്മയുടെ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് തങ്ങളെ ഞെട്ടിച്ചത്. താൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ടി20 ഇന്നിംഗ്സുകൾ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേത് അഭിഷേക് ശർമ്മയുടേത് ആയിരിക്കുമെന്നാണ് ബട്ട്ലർ ഇന്നലെ പറഞ്ഞത്. പല മത്സരങ്ങളിലും ടീമിന്റെ ടോപ്പ് ഓർഡറിനെ ആദ്യം പുറത്താക്കുന്നതിൽ തങ്ങൾ വിജയിച്ചിരുന്നു. ഇവിടെ അപകടകാരികളായ സഞ്ജു സാംസണെയും സൂര്യകുമാർ യാദവിനെയും എല്ലാ മത്സരങ്ങളിലും നിയന്ത്രിക്കാനായി ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടുണ്ട്. സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം പുൾ ഷോട്ടിന് ശ്രമിക്കവേ തന്നെയാണ് പുറത്തായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെതിരെ ബട്ട്ലർ വ്യക്തമായ പ്ലാനിങ്ങോട് തന്നെയാണ് എല്ലാ മത്സരങ്ങളിലും ഇറങ്ങിയത്. ഷോർട്ട് ബോളിൽ പുൾ ഷോട്ടിന് ശ്രമിക്കവേ ഡീപ് സ്ക്വയർ ലെഗിലാണ് സഞ്ജുവിനെ ക്യാച്ച് ഓരോ മത്സരങ്ങളിലും പിടിച്ചത്. 5-ാം മത്സരത്തിൽ സഞ്ജു പുറത്തായത് 4-ാം മത്സരത്തിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. സീരീസ് നഷ്ടമായതിൽ നിരാശരാണ് എന്നും പ്രകടനങ്ങൾ വിലയിരുത്തി എവിടെയാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്ന് തങ്ങൾ നിരീക്ഷിക്കുമെന്നാണ് ബട്ട്ലർ പറഞ്ഞത്. സീരീസിൽ നിന്നും പോസിറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ODI പരമ്പരയിലേക്ക് തങ്ങൾ കൂടുതലായി ഫോക്കസ് ചെയ്യുമെന്നും ടി20യിലെ പരാജയത്തിന് ODIയിലൂടെ ഒരു തിരിച്ചുവരവ് ഇതിന് തങ്ങൾ ശ്രമിക്കുമെന്നുമാണ് ബട്ട്ലർ ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.